നമ്മളിന്ന് നിൽക്കുന്നത് ട്രാവൻകൂർ ഹോട്ടൽ റിസോർട്ടിലാണ്. ഞാനിവിടുത്തെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് ഷെഫാണ്. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് സ്പ്രൗട്ടും പയർ മുളപ്പിച്ചതും മുരിങ്ങയില ഇട്ടിട്ടുള്ള തോരനാണ്. അത് സദ്യയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂൺ, ഓയിലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ഒരു 1 ടീസ്പൂൺ, ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ ഒന്ന് ഇളക്കുക. ഓക്കെ, അത് അതിൻ്റെ അതിലേക്ക് പച്ചമുളക് നമ്മുടെ പാകത്തിന് ഇതൊന്ന് കയറും. പച്ചമുളക് ഇട്ടതിന് ശേഷം ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അത് ഒരു 4 ടീസ്പൂൺ ചുവന്നുള്ളി അരിഞ്ഞത്. ചുവന്നുള്ളി ഇട്ടതിന് ശേഷം അതൊന്ന് ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ സോട്ട് ചെയ്യണം. ചുവന്നുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു മൂത്ത ഒരു മണം വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പയർ ആഡ് ചെയ്യും. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ, കാരണം നമ്മൾ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, വളരെ കുറച്ച് ആഡ് ചെയ്താൽ. ഇപ്പോൾ ഏകദേശം ഒരു കുക്കായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മുരിങ്ങയില, റെഡിയാക്കി വെച്ചിരുന്ന മുരിങ്ങയില ആഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ പേസ്റ്റ്, ഇത് നമ്മുടെ പച്ച തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കറി ലീവ്സ് ഗാർണിഷായിട്ട് ഇടുക. ഉപ്പ് പാകത്തിന്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ മുളപ്പിച്ച പയറും മുരിങ്ങയില ഇട്ടിട്ടുള്ള തോരൻ റെഡിയായിരിക്കുകയാണ്. നമുക്കിത് ഇനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കേക്ക് വെച്ചിരിക്കുന്ന ഗാർണിഷ്, ടെമ്പർ ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും വേപ്പിലയും ചെറിയ ഉള്ളിയും. നമ്മുടെ ഇന്നത്തെ വിഭവം റെഡിയാണ്. മുളപ്പിച്ച പയറും മുരിങ്ങയിലായിട്ടുള്ള ഒരു തോരനാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മുളപ്പിച്ച പയർ, ബീൻസ്, ചെറുപയർ മുളപ്പിച്ചത്, പിന്നെ മുരിങ്ങയിലയുമാണ്. സാധാരണ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സദ്യയ്ക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു തോരനാണ്.